സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൊച്ചി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നടന്നിട്ടുണ്ടായിരുന്ന നാഷണൽ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ചില പൊളിറ്റിക്കൽ ഇവന്റ്സ് ആണ് പറയുന്നത്. ബേസിക്കലി നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ 1885 മുതൽക്ക് 1947 വരെയുള്ള ഒരു പീരീഡിൽ കേരളത്തിന്റെ ഡിഫറെന്റ് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന നേരത്ത് ബ്രിട്ടീഷ് മലബാർ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ബ്രിട്ടീഷ് മലബാർ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇവന്റ്സ് ആണ് ഹോം റൂൾ ലീഗ് മൂവ്മെന്റിന്റെ ഡെവലപ്മെന്റ്, ഖിലാഫത്ത് മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അതിന്റെ ഭാഗമായിട്ട് മലബാർ റെബല്യൻ, ദെൻ നമ്മൾ ഓൾ കേരള ഇവന്റ് ആയിട്ട് വൈക്കം സത്യാഗ്രഹ, പിന്നീട് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് സോൾട്ട് സത്യാഗ്രഹ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് കേരള, ദെൻ ഗുരുവായൂർ സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഡെവലപ്മെന്റ്സ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ പീരീഡിൽ തന്നെ കൊച്ചിയിലും അതുപോലെ ട്രാവൻകൂറിൽ നടന്നിട്ടുള്ള ചില പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, കൊച്ചിയിലെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ എന്താണ് കൊച്ചി, എവിടെയാണ് കൊച്ചി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുമെങ്കിലും ആദ്യം തന്നെ നമുക്ക് ചില ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് വി ഹാവ് സം വെരി ഇമ്പോർട്ടന്റ് ഐഡിയാസ് ലൈക്ക് ദിസ്. കൊച്ചി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഒരു 12ാം നൂറ്റാണ്ട് മുതൽക്കാണ് കൊച്ചി ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് യൂറോപ്യൻ പ്രസൻസ് കാണാൻ വേണ്ടി പറ്റും. 1498 പോർച്ചുഗീസ് ഗാമ വന്നിട്ടുണ്ടെങ്കിലും 1503 മുതൽക്കാണ് അവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത്, ഫോർട്ട് ഇമ്മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നത്. 1663 വരെ പോർച്ചുഗീസിന്റെ ഒരു സാന്നിധ്യം കൊച്ചി കേന്ദ്രീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അവർ കേരളത്തിൽ നിന്ന് ഡിക്ലൈൻ ചെയ്തു പോകുന്ന കഥകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡച്ച് ആണ് പിന്നീട് അവിടെ ഉണ്ടായിരുന്നത്. ഡച്ചിന് ശേഷം അല്ലെങ്കിൽ ഡച്ചുകാർ ഉള്ള ഒരു സമയത്ത് തന്നെ നമുക്ക് മൈസൂർ ഇൻവേഷന്റെ ഭാഗമായിട്ട് ഹൈദർ അലി 1773 ഈ മൈസൂർ സ്റ്റേറ്റിന്റെ കീഴിലായിട്ട് കൊച്ചിയെ കൊണ്ടുവരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദർ അലി കൊച്ചിൻ സ്റ്റേറ്റിൽ അന്ന് ഭരിച്ചിട്ടുണ്ടായിരുന്ന ശക്തൻ തമ്പുരാനെ വരെ മുട്ടുകുത്തിച്ചിട്ട് ആനുവൽ ട്രിബ്യൂട്ട് നൽകണം എന്നുള്ള രൂപത്തിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ഹെറിഡിറ്ററി പ്രൈം മിനിസ്റ്റർഷിപ്പ് ആയിട്ടുണ്ടായിരുന്ന പാലിയത്തച്ഛൻ എന്ന് പറയുന്ന ഒരു സർവീസ് നിലനിന്ന് പോവില്ല, അവസാനിക്കുന്നതും ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ പിന്നീട് നമുക്ക് പാലിയത്തച്ഛന്മാരുടെ ചില സേവനങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിലെ പ്രൈം മിനിസ്റ്റർമാരുടെ വിളിക്കുന്ന പേരായിരുന്നത് പാലിയത്തച്ഛന്മാർ എന്നുള്ളത്. കുറച്ച് ഫാക്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വിൽ ബി ഡിസ്കസിങ് ഓൺ ദാറ്റ്. ശക്തൻ തമ്പുരാന്റെ കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് തൃശ്ശൂരിലോട്ട് ക്യാപിറ്റൽ മാറ്റുന്നത് ഫ്രം തൃപ്പൂണിത്തറ. എന്നാൽ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, തൃപ്പൂണിത്തറയും ക്യാപിറ്റലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, നമുക്കത് പറയാം. 1814 ഈ ഒരു ഇവന്റ് വേണമെങ്കിൽ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. 1814 സമയത്ത് ദർ ഹാപ്പൻ വൺ പെർട്ടിക്കുലർ ട്രീറ്റി കോൾഡ് ആസ് ആംഗ്ലോ ഡച്ച് ട്രീറ്റി. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള ട്രീറ്റിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡച്ചുകാർക്ക് പല സ്ഥലങ്ങൾ ലഭിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, പകരമായിട്ട് കൊച്ചി എന്ന് പറയുന്ന പ്രദേശം ഇംഗ്ലണ്ടിന് അല്ലെങ്കിൽ ബ്രിട്ടന് നൽകുകയുണ്ടായി എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഇതോടുകൂടിയാണ് ഒഫീഷ്യലി നമുക്ക് കൊച്ചിൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ഡച്ചുകാരുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതും ബ്രിട്ടന്റെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതും എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു ഇവന്റ് ആണ്. 1866 സമയത്ത് ഫോർട്ട് കൊച്ചി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ഒരു മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. 1870 സമയത്താണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും തൃപ്പൂണിത്തറ കേന്ദ്രീകരിച്ച് ഭരണം ആരംഭിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. 1910 ആകുമ്പോഴേക്കും എറണാകുളം എന്ന് പറയുന്ന ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യും, അത് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് കൊച്ചിന്റെ ഭാഗത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കോടതികളൊക്കെ ഈ എറണാകുളത്തിന്റെ ഭാഗത്തോട്ട് സ്വിച്ച് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് പ്രധാനപ്പെട്ട ചില പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് സ്റ്റോറീസ്. അതിന്റെ കൂട്ടത്തിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇവന്റ് ആണ് 1925 കൊച്ചി ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ആണ്, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭരണത്തിന്റെ ഭാഗമായിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫോം ചെയ്യുന്നുണ്ട് ഇൻ ദെയർ 1925. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എല്ലാവർക്കും മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. കുറച്ച് പ്രധാനപ്പെട്ട തെരഞ്ഞെടുക്കപ്പെടുന്ന നോമിനേഷനോ അല്ലെങ്കിൽ ഇലക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന ചില ആൾക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം പണ്ഡിത് കറുപ്പൻ. ഈ പണ്ഡിത് കറുപ്പൻ ഇതിൽ മെമ്പർ ആയിരുന്നു. ഓക്കെ. കൊച്ചി ഹാർബർ നമുക്കറിയാം. കൊച്ചി എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് കൊച്ചി മറൈൻ ഡ്രൈവ് അല്ലെങ്കിൽ കൊച്ചിൻ പോർട്ട് കൊച്ചി ഹാർബർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ കൊച്ചിൻ ഹാർബർ ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് അന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിട്ട് 1920s സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് റോബർട്ട് ബ്രിസ്റ്റോ. ഈ റോബർട്ട് ബ്രിസ്റ്റോ ഏകദേശം 10-20 വർഷം എടുത്തിട്ടാണ് ഇന്ന് ഏറ്റവും വലിയ പോർട്ടായിട്ട് കൊച്ചി മാറുന്നതിലൂടെ കാരണമാക്കിയിട്ടുണ്ടായിരുന്നത്. അതേസമയത്ത് അന്നുണ്ടായിരുന്ന ഗവർണറാണ് വില്ലിംഗ്ടൺ. അതുകൊണ്ടാണ് നമുക്ക് വില്ലിംഗ്ടൺ ഐലൻഡ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊച്ചിയിലൊന്നും കാണുന്നത്. ഓക്കെ. 1947 ഇന്ത്യയുടെ കൂടെ വിത്തൗട്ട് എനി ഹെസിസ്റ്റൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫ്രീ വില്ലോട് കൂടെ ജോയിൻ ചെയ്ത സ്റ്റേറ്റ് ആണെന്ന് കൊച്ചിൻ സ്റ്റേറ്റ്. 1949 സമയത്ത് കൊച്ചിയും തിരുവിതാംകൂറും മെർജ് ചെയ്തിട്ട് തിരുക്കൊച്ചി സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതിലോട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നുണ്ട് ജൂലൈ 1-ന്. ഇത്രയും കാര്യങ്ങൾ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിന്റെ കൂട്ടത്തില് കുറച്ച് ഫാക്ടുകൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഫാക്ടുകൾ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇവിടെ കൊടുക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് റിഗാർഡിംഗ് ദ പാലിയത്തച്ഛൻസ്. പാലിയത്തച്ഛന്മാർ എന്ന് പറയുന്നത് ആരാണ്, കൊച്ചിൻ സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട പ്രൈം മിനിസ്റ്റർമാരാണെന്ന് പറഞ്ഞു. അതില് പാലിയത്തച്ഛൻ അല്ലെങ്കിൽ പാലിയത്ത് തറവാട്ടിലെ ആദ്യത്തെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ പറയുന്നത് ഇട്ടി കുമാരൻ അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. അദ്ദേഹമാണ് ആദ്യത്തെ പാലിയത്തച്ഛൻ ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് പ്രൈം മിനിസ്റ്റർ പോസ്റ്റ് ആയിരുന്നില്ല. അന്ന് ജസ്റ്റ്
ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് എന്ന രൂപത്തിലോട്ട് ആ കുടുംബത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം എന്ന രീതിയിൽ ഇ ടി കുമാരനാച്ചനാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇറ്റിനാൻ കുമാരൻ അച്ഛൻ എന്ന് പറയുന്നു, ഒന്ന് ഇറ്റിനാൻ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ആദ്യത്തെ പാലിയത്തച്ഛൻ ടു ബി പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ആകുന്ന ആദ്യത്തെ വ്യക്തി അദ്ദേഹമാണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് മൈസൂർ ഇൻവേഷന്റെ ഒരു കാലഘട്ടത്തിൽ തൽക്കാലം നിൽക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഗോവിന്ദൻ വലിയച്ഛൻ എന്ന് പറയുന്ന ഒരാളാണ്. ഈ ഗോവിന്ദൻ വലിയച്ഛൻ എന്ന് പറയുന്ന ഇദ്ദേഹമാണ് ദ ലാസ്റ്റ് പാലിയത്തച്ഛൻ ടു ഒക്കുപൈ ദ പൊസിഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ ഇൻ ദ കിങ്ഡം ഓഫ് കൊച്ചിൻ. അപ്പൊ ലാസ്റ്റ് പാലിയത്തച്ഛന്റെ പേരാണ് ഗോവിന്ദൻ വലിയച്ഛൻ. ഇട്ടിനാൻ കുമാരനാച്ചനാണ് ഫസ്റ്റ് പാലിയത്തച്ഛൻ ടു ബി പ്രൈം മിനിസ്റ്റർ. അതിനു മുമ്പ് പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലല്ല. ദെൻ ഗോവിന്ദൻ വലിയച്ഛൻ കുഞ്ഞുണ്ണി അച്ഛൻ എന്ന് പറയുന്ന ആൾ. അപ്പൊ ഈ രണ്ട് പേരുകൾ എളുപ്പമുള്ള പേരുകളാണ്. പക്ഷെ ഇത് കുഞ്ഞുണ്ണി അച്ഛൻ എന്ന് പറയുന്ന സ്പെസിഫിക് വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, പാലിയം സത്യാഗ്രഹയുടെ സമയത്തുണ്ടായിരുന്ന പാലിയം തറവാട്ടിലെ കാരണവർ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തി എന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബേസിക് ആയിട്ട് ഇൻഫർമേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നാവും കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ്. 1885 മുതൽക്ക് 1949 വരേക്കും. 1949 കൊടുക്കാനുള്ള റീസൺ നിങ്ങൾക്ക് അറിയാം, അന്ന് തിരുക്കൊച്ചി സ്റ്റേറ്റിന്റെ ഫോർമേഷൻ ആണ് എന്നുള്ളത്. അപ്പൊ അതുവരെയുള്ള പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് പറയുന്നത്. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ്: ഒന്ന്, ഹോം റൂൾ ബന്ധപ്പെട്ടിട്ടുള്ള; രണ്ട്, കൊച്ചിയിൽ നടന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സമരം ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്; മൂന്നാമത്തത് 1941 മുതൽക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന കൊച്ചി സ്റ്റേറ്റ് പ്രജാ മണ്ഡൽ എന്ന് പറയുന്നത്. ഇത് മൂന്നാണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കൂട്ടത്തിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലാസ്റ്റ് ഇവന്റ് 1947-48 സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന പാലിയം സത്യാഗ്രഹം. ഇത്തരം ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമുക്കത് കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാം. ഒന്നാമത്തത് ഹോം റൂൾ ലീഗ് 1916 ഫോം ചെയ്യുന്നത്. ആനി ബെസന്റ് ആണ് ഉണ്ടായിരുന്നത്. മലബാറിലെ ആദ്യത്തെ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആനി ബെസന്റ് അത് പ്രിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ബ്രാഞ്ച് എവിടെയും വരുന്നുണ്ട്, കൊച്ചിൻ സ്റ്റേറ്റിലും വരുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ മീറ്റിംഗ് തൃശ്ശൂരിൽ നടക്കുകയും ചെയ്തു. 1919 കോൺഗ്രസ് കമ്മിറ്റി തൃശ്ശൂരിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസിന്റെ വളർച്ചയിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഹോം റൂൾ ലീഗ് കാണാം. ഇതിന്റെ ഇമ്പാക്ട് എന്താണ്? പൊളിറ്റിക്കലി അവയർനെസ് ഉണ്ടാക്കി, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സഹായിച്ചു കൊടുത്തു. അങ്ങനത്തെ ചില കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി നമ്മൾ പഠിക്കുന്ന ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ഓഫ് 1936, ഇതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്? 1941 കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡൽ എന്താണ്, എന്തിനു വേണ്ടി പ്രവർത്തിച്ചു, ഇവരുടെ സിഗ്നിഫിക്കൻസ്. 1947 പാലിയം സത്യാഗ്രഹം എന്താണ്, എന്തിനു വേണ്ടി പ്രവർത്തിച്ചു, അതിന്റെ സിഗ്നിഫിക്കൻസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ബേസ് ചെയ്തിട്ട് കോൺസെപ്റ്റിൽ എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ വി ക്യാൻ ഡിസ്കസ് വിത്ത് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ഓഫ് 1936. കഥ വളരെ സിമ്പിൾ ആണ്. കൊച്ചി സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ ആയിരുന്നല്ലോ തൃശ്ശൂർ. തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി പവർ ഡിസ്ട്രിബ്യൂഷന്റെ പവർ, അതായത് അവിടുത്തെ നാട്ടുകാർക്ക് ഇലക്ട്രിസിറ്റി ജനറേഷൻ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അധികാരം, അത് ആക്ച്വലി ഉണ്ടായിരുന്നത് തൃശ്ശൂർ മുനിസിപ്പാലിറ്റിക്കാണ്. പക്ഷെ അന്നുണ്ടായിരുന്ന ദിവാൻ സർ ആർ കെ ഷൺമുഖൻ ചെട്ടിയാർ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ വകയിലെ അമ്മയുടെ മോന്റെ അങ്ങനെ, അതായത് കുടുംബക്കാരന്റെ വകയിലുള്ള ഒരു കമ്പനിക്ക്, ചന്ദ്രിക കമ്പനി സംതിങ് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അതിന്റെ പവർ കൊടുക്കാൻ തീരുമാനിച്ചു. കറണ്ട് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം, അത് വളരെയധികം മിസ്യൂസിന് കാരണമാകും, പ്രൈസ് ഈടാക്കുന്നതിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് ജനങ്ങളെല്ലാവരും ഇതൊരു കോമൺ ഇഷ്യൂ ആയിട്ട് പരിഗണിക്കുകയും അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്തു. ദിവാന്റെ ഇങ്ങനത്തെ ഏകാധിപത്യം ഇവിടെ നടപ്പിലാകില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഈ ഇക്കണ്ട വാര്യർ, ഡോക്ടർ എ.ആർ. മേനോൻ, സി.ആർ. ഇയ്യുണ്ണി പോലെയുള്ള ചില പ്രധാനപ്പെട്ട നേതൃത്വം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ഈ സമരത്തിലൂടെ ദിവാന്റെ ഓട്ടോക്രസിയാണ് അവർ ചലഞ്ച് ചെയ്യുന്നത്. ഫൈനലി ദേ ഗോട്ട് ദ റൈറ്റ് ടു തൃശ്ശൂർ മുനിസിപ്പാലിറ്റി ഇറ്റ്സെൽഫ്. തൃശ്ശൂർ മുനിസിപ്പാലിറ്റിക്ക് അതിനുള്ള അധികാരം ലഭിക്കുകയും ചെയ്തു. ഇനി എന്താണ് ഇതിന്റെ ഇമ്പാക്ട്? ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, ജനങ്ങൾ എല്ലാ കാസ്റ്റിൽ നിന്നും എല്ലാ കമ്മ്യൂണിറ്റീസിൽ നിന്നും പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലോട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഒന്നുകൂടി പൊളിറ്റിസൈസ് ചെയ്തു പൊളിറ്റിക്കൽ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയെന്നുള്ള ഈ സംസാരമാണ് പിന്നീട് കൊച്ചിൻ സ്റ്റേറ്റിൽ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഉടലെടുക്കണം, ജനങ്ങൾക്ക് പവർ കിട്ടണം എന്നുള്ള ലെവലിലോട്ട് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ എന്നുള്ളത്. ദെൻ ക്രിസ്ത്യൻ ഇൻവോൾവ്മെന്റ് പ്രത്യേകിച്ച് ഈ ഒരു മൂവ്മെന്റിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്രിസ്ത്യൻ മൂവ്മെന്റ് പലപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1938-39 സമയത്ത് കൊച്ചിൻ സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, അസംബ്ലി മത്സരിക്കാം, പ്രാതിനിധ്യം കൊണ്ടുവരാം, ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി നയിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സമരമായിട്ട് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ഓഫ് 1936 ഒന്ന് കൺസിഡർ ചെയ്യുക. ഇതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. 1941 അപ്പൊ ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്നു. അപ്പൊ ഇനി ഒരു പാർട്ടിയിലൂടെ നമുക്ക് അതിന്റെ അവകാശങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ്. മറ്റു ചില പാർട്ടികളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. 1941 തൃശ്ശൂരിൽ വെച്ചിട്ട് 9th February is the date.
ആ സമയത്താണ് കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡൽ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്യുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പ്രധാനപ്പെട്ട ലീഡേഴ്സ് നോക്കിക്കേ, ഇക്കണ്ട വാര്യറുണ്ട്, കൃഷ്ണൻ എഴുത്തച്ഛനുണ്ട്, കുരൂർ നീലകണ്ഠനുണ്ട്. പ്രധാനപ്പെട്ട ചില ലീഡർഷിപ്പിന്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനും ശ്രമിക്കാം കേട്ടോ. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില ഇവന്റുകൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് 41-ൽ ഇവർ ഫോം ചെയ്തു. അപ്പൊ 42 എന്താണ്? ഇവരുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് അല്ലെ. അവർക്ക് ആ സമ്മേളനം വളരെ വൃത്തിക്ക് നടത്തണമെന്നുണ്ട്. അവർ അതിന്റെ ഭാഗമായിട്ട് ഇരിങ്ങാലക്കുട തെരഞ്ഞെടുത്തു. ജാനുവരിയിലാണ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ ഉദ്ദേശം എന്താണ്? സ്റ്റേറ്റിന്റെ ദിവാന്റെ ഓട്ടോക്രസിയെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഭരണം കൂടുതൽ ജനങ്ങളിലോട്ട് എത്തണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർ നടത്തുന്ന ഫസ്റ്റ് ആനുവൽ കോൺഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം സ്റ്റേറ്റിനെതിരായതുകൊണ്ട് തന്നെ അന്നത്തെ ദിവാനായിട്ടുണ്ടായിരുന്ന AF ഡിക്സൺ പുള്ളിക്കാരൻ അങ്ങനെ സെഷൻ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഫസ്റ്റ് സെഷൻ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ നടത്തില്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം മോശമുള്ള കാര്യമല്ല. കാരണം ഞങ്ങളുടെ ആദ്യത്തെ വലിയ മെഗാ പ്രോഗ്രാം, അത് നടത്താൻ നമുക്ക് തയ്യാറല്ലെങ്കിൽ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുവോ? ഇല്ല. സോ അങ്ങനെ നടത്താൻ തീരുമാനിച്ചു. ഒരുപാട് ക്ലാഷസ് ഉണ്ടാകുന്നുണ്ട്. നടത്താൻ ഇവരും നടത്തില്ല എന്ന് അവരും. അങ്ങനെ നടത്തി. കുറെ പോലീസുകാർ വന്നിട്ട് കുറെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. വീണ്ടും അടുത്ത ആൾക്കാർ വന്നു, അറസ്റ്റ് ചെയ്യുന്നു, അടുത്ത ആൾക്കാർ വരുന്നു. അങ്ങനെ പറയുന്നത് ഏകദേശം 3000-ഓളം വരുന്ന ആൾക്കാർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ സമരം നടത്തി വിജയിച്ചു. എന്തൊക്കെ സ്റ്റേറ്റ് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുമെന്നുള്ള കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലിന്റെ വാക്കുകൾ കൊച്ചിൻ സ്റ്റേറ്റ് ഉടനീളം മുഴങ്ങിക്കേട്ടു. കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലിന്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചു. ഇതാണ് സംഭവം. പിന്നീട് അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹിക പ്രശ്നങ്ങൾ അവർ ഇടപെടുന്നുണ്ട്. കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്, വർക്കേഴ്സിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഇവർ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതിൽ തന്നെ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമയത്തോ അന്ന് ഗാന്ധി ബോംബെയിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന സംസാരത്തിൽ പങ്കെടുക്കാൻ ഇവരുടെ ചില ലീഡേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചില സീക്രട്ട് മൂവ്മെന്റ് ഇവർ ഇവിടെ നടത്തുന്നതൊക്കെ ഉണ്ട്. ഓക്കെ. കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും ദീനബന്ധു എന്ന് പറയുന്ന ഒരു പത്രം, ദ ഫ്രണ്ട് ഓഫ് പുവർ എന്ന് പറയുന്ന ദീനബന്ധു എന്ന് പറയുന്ന ഒരു പത്രം കാര്യങ്ങളൊക്കെ അന്ന് കൃഷ്ണൻ എഴുത്തച്ഛന്റെ കീഴിലായിട്ട് നിലവിൽ വരികയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പത്രമായിട്ട് നമുക്ക് കാണാനും സാധിക്കും. പിന്നീട് ഫർദർ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് നടക്കുന്നത് 1945-ലാണ്. 1945 ഇലക്ഷൻ നടന്നു. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടുള്ള ഇലക്ഷൻ നടന്നു. പ്രജാമണ്ഡൽ പങ്കെടുത്തു. 19 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. 12 പേർക്ക് മത്സരിക്കാൻ സാധിച്ചു എന്നുള്ള, മീൻസ് വിജയിക്കാൻ സാധിച്ചു എന്നുള്ള. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പാർട്ടി 19 സീറ്റിൽ 12 അവർക്ക് കിട്ടി. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 1945 ഇലക്ഷൻ നടന്നു. 46-ൽ ഗവൺമെന്റ് ഒക്കെ നിലവിൽ വരുന്ന സമയത്ത് ഇവര് ഇത്ര പേരേ ഉള്ളൂ. അതേ സമയത്ത് അന്ന് ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടി, പ്രോഗ്രസീവ് പാർട്ടി എന്ന് പറയുന്ന രണ്ട് പാർട്ടികളാണ്. ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു പനമ്പള്ളി ഗോവിന്ദമേനോൻ, പിന്നീട് പോപ്പുലർ ആയിട്ടുള്ള മിനിസ്റ്ററാണ് CR യൂണി, നമ്മൾ പറഞ്ഞു K അയ്യപ്പൻ. ഇവരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി, TK നായരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പ്രോഗ്രസീവ് പാർട്ടിയാണ് അന്ന് അലയൻസിലൂടെ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 1945 ഇലക്ഷൻ നടന്നു. ഇലക്ഷനിൽ മത്സരിച്ചിട്ട് പല പാർട്ടികളുണ്ട്. പല പാർട്ടികളിൽ നിന്നും ആര് ഗവൺമെന്റ് ഫോം ചെയ്തു? ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയും പ്രോഗ്രസീവ് പാർട്ടിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതേ സമയത്ത് ഇതല്ലാതെ ഈ അസംബ്ലിയിൽ ആരൊക്കെയുണ്ട്? നമ്മൾ ഈ പറഞ്ഞതുപോലെ കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതാണ് കൊയിലീഷൻ ഗവൺമെന്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കൊയിലീഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ ഒരു കൊയിലീഷന്റെ പ്രത്യേകത, മോഡേൺ കേരള ചരിത്രത്തിൽ നമുക്കറിയാം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാകുന്നത് 1957 കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് കാണുന്നത് ആഫ്റ്റർ ദിസ് ഫോർമേഷൻ ഓഫ് ദ കേരള സ്റ്റേറ്റ്. പക്ഷേ മോഡേൺ കേരള ചരിത്രത്തിലെ ആദ്യത്തെ കോalition ഗവൺമെന്റ് എന്ന് പറയുന്നത് അത് സോഷ്യലിസ്റ്റ് പാർട്ടിയും പ്രോഗ്രസീവ് പാർട്ടി ആയിരുന്നു. അത് കൊച്ചിയിലായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് ബേസിക്കലി നിങ്ങൾ ഇവിടുന്ന് എടുക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഓക്കെ. 1946 ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നുണ്ട്. എറണാകുളത്ത് ഒരു വലിയ സമ്മേളനം നടന്നു, എറണാകുളം കോൺഫറൻസ് ഓഫ് ദിസ് കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡൽ. ആ സമ്മേളനത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശം കുറിച്ച് വലിയ സമ്മേളനം ആയതുകൊണ്ട് തന്നെ ആ ഒരു സമ്മേളനത്തിന്റെ ഇമ്പാക്റ്റിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കൊച്ചി ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാക്കന്മാര്, രണ്ട് പ്രധാനപ്പെട്ട രാജാക്കന്മാരുണ്ട്, വിൽ ബി ഡിസ്കസിംഗ് ഫോർ ദം. അതിലൊരു രാജാവ് അദ്ദേഹം പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ കൊച്ചിൻ സ്റ്റേറ്റ് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന രാജാവും പിന്നീട് വിട്ടുകൊടുക്കുന്ന രാജാവും, അങ്ങനെ രണ്ട് രാജാക്കന്മാരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡല് അതോടുകൂടി നിർത്തുന്നുണ്ടായിരുന്നില്ല, അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ പിന്നീട് ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസിന്റെയും എല്ലാവരുടെയും ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, വർക്കിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിട്ട് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ദിവാന്റെ കയ്യിൽ നിന്നും വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്കറിയാം ഒരു രാജഭരണമാകുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ് ദിവാനായിരുന്നു. ആ ദിവാന്റെ ചില ഡിപ്പാർട്ട്മെന്റുകൾ തുറന്നു കൊടുത്തപ്പോഴാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് പോപ്പുലർ ഗവൺമെന്റ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ തുറന്നെടുക്കുന്നത് പിന്നീടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് വെർ ഓപ്പൺ ടു ദ പബ്ലിക്. അപ്പൊ ഇനി ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഭരിക്കുന്നവരാണ്, ഇവരാണ്, ദിവാനല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക.
അങ്ങനെ 948 വീണ്ടും ഇലക്ഷൻ നടന്നു. ഒരു ജനറൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ആ ലെജിസ്ലേറ്റീവ് കൗൺസിലോട്ടുള്ള ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നപ്പോ പ്രജാമണ്ഡലം എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും പവർഫുൾ ആയിട്ട് തിരിച്ചു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ഇക്കണ്ടവാര്യയുടെ നേതൃത്വത്തിലായിട്ട് ആ ഇലക്ഷന്റെ ശേഷം കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലം ഗവൺമെന്റ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 948 ഇലക്ഷന്റെ പ്രത്യേകത, ഇറ്റ് വാസ് ദ ഫസ്റ്റ് എവർ ഇലക്ഷൻ ടു ബി ഹെൽഡ് എനിവർ ഇൻ ഇന്ത്യ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. പ്രായപൂർത്തി, വോട്ടവകാശമുണ്ടോ, അവിടെ ജാതിയോ പണമോ മതമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഒരു ഇലക്ഷൻ ആണ് ഇത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഒരു ഫീച്ചറോടെ 1948 ഈ ഇലക്ഷൻ ഉണ്ട്. അതാണ് ചീഫ് മിനിസ്റ്റർ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഇലക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആവുന്ന സമയത്താണ് 1949 കൊച്ചിൻ സ്റ്റേറ്റ് തിരുവിതാംകൂറും കൂടി മേർജ് ചെയ്തിട്ട് തിരുക്കൊച്ചി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് ആണ് പാലിയം സത്യാഗ്രഹം ഓഫ് 1947 and 48. പാലിയത്ത് തറവാട് എന്ന് പറയുന്നത്. അപ്പൊ പാലിയത്ത് അച്ഛൻ ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ പക്ഷേ ഈ പാലിയത്ത് തറവാടിന്റെ വലിയ കെങ്കേമമായിട്ട് ഇവരുടെ റോഡിന് ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ നടക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ലോവർ കാസ്റ്റ് ഹിന്ദുസിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മറ്റു കമ്മ്യൂണിറ്റീസിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരമാണ് പാലിയം സത്യാഗ്രഹം ഓഫ് 1947 and 48 എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻസിന് ശേഷം അൺടച്ചബിലിറ്റി കേരളത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ചന്ദമംഗലത്ത് പാലിയത്ത് തറവാടിന്റെ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ദാറ്റ് വാസ് എ ഇഷ്യൂ. ആ ഇഷ്യൂ പൊളിച്ചു കളയണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നടന്നുള്ള സമരമാണ്. അത് ഇനാഗുറേറ്റഡ് ഉണ്ടായ സി കേശവൻ എന്ന് പറയുന്ന നമ്മളുടെ നിവർത്തന അജിറ്റേഷന്റെ ഒക്കെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുണ്ടായിരുന്ന അദ്ദേഹമാണിത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് പല ക്യാമ്പയിൻസും നടക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാം ആര്യ പല്ലത്തിന്റെ കീഴിലായിക്കൊണ്ട് ഒരു വുമൺ ജാഥ സംഘടിപ്പിക്കുന്നുണ്ട്. ഒരുപാട് രീതിയിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഓൺ ദ 100th day of the സത്യാഗ്രഹ, 100ാം ദിവസം AG വേലായുധൻ എന്ന് പറയുന്ന ഫ്രീഡം ഫൈറ്റർ പോലീസ് ലാത്തിച്ചാറിൽ അടികൊണ്ട് മരിക്കുന്നുണ്ട്. അതോടുകൂടെ സമരം നിർത്തലാക്കി പുതിയ ഗവൺമെന്റ് ഒക്കെ നിലവിൽ വന്നപ്പോൾ അവർ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് കൊച്ചിൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു പുതിയ നിയമം അങ്ങ് പാസ്സാക്കി. കൊച്ചിൻ സ്റ്റേറ്റിലെ എല്ലാ അമ്പലങ്ങളും തുറന്നു കൊടുത്തേക്കണം. 948 ഒരു പ്രധാനപ്പെട്ട മേജർ വെഡിക്റ്റ് ആയിട്ട് വന്നുള്ള സംഭവമാണ്. നമുക്കറിയാം 936 നവംബർ 12 ട്രാവൻകൂർ സ്റ്റേറ്റിലെ എല്ലാ അമ്പലങ്ങളും തുറന്നു കൊടുക്കാനുള്ള വെഡിക്റ്റ് വന്നു. 1947 എന്ത് ചെയ്യുന്നുണ്ട്, മദ്രാസ് ഗവൺമെന്റിന്റെ കീഴിലായിക്കൊണ്ട് മലബാറിൽ അതിന്റെ ഇൻഫ്ലുവൻസ് വന്നിട്ട് മലബാറിലെ എല്ലാ ടെമ്പിൾസും തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. 1948 ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എല്ലാ ടെമ്പിൾസും എല്ലാ ഹിന്ദുസിനും തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നീടാണോ പാലിയത്തച്ഛൻ നിങ്ങളുടെ തറവാടും ചുറ്റുവട്ടത്തുള്ള റോഡുകളും, അങ്ങനെ അവർണാസിനും നോൺ ഹിന്ദുസിനും പാലിയം റോഡിലൂടെ നടക്കാനുള്ള അവകാശം കിട്ടി എന്നുള്ളതും മനസ്സിലാക്കി വെക്കേണ്ട ടോപ്പിക്കാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൊച്ചിൻ സ്റ്റേറ്റിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആക്ച്വലി 2 രാജാക്കന്മാരുടെ പേര് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന് കേരളവർമ്മ 7, ഓക്കെ, മറ്റൊന്ന് രാമവർമ്മ എന്ന് പറയുന്ന 18. ഇത് കേരളവർമ്മ 7, ഇത് രാമവർമ്മ 18. കേരളവർമ്മ 7 എന്ന് പറയുന്ന ആളായിരുന്നു നമ്മൾ പറഞ്ഞ സമയത്ത് ഇൻഡിപെൻഡൻസിന് സമയത്ത് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെയാണ് ഐക്യ കേരള തമ്പുരാൻ എന്ന് പറയുന്നത്. കാരണം 1947 നമുക്ക് ഐക്യ കേരള സമ്മേളനം നടക്കുന്നുണ്ട് കേരളത്തിന്റെ നേതൃത്വത്തിൽ. അതിലേക്ക് ഒന്ന് സംസാരിച്ച വ്യക്തിയാണ് ആര്, ഇദ്ദേഹം. ഐക്യ കേരള തമ്പുരാൻ എന്ന് പറയുന്ന ഇദ്ദേഹമാണ്. എന്നാൽ ഇദ്ദേഹത്തിന് ശേഷം രാമവർമ്മ 18ന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് മേർജിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. ഇറ്റ്സ് എ ലാസ്റ്റ് ഒഫീഷ്യൽ റോൾ ഓഫ് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ഓഫ് കൊച്ചിൻ, ദാറ്റ് ഈസ് പരിഷത്ത് തമ്പുരാൻ എന്നുള്ള കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. Hope the discussion is clear. That's all. Thank you.